മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോ ഫേസ്ബുക്കിൽ അതിപ്രഗത്ഭരായിട്ടുള്ള ബുദ്ധിജീവികളിൽ ചിലര്, ചില ഇടതുപക്ഷ നേതാക്കന്മാരിൽ ചിലര് എല്ലാം എന്നെ സംഘിയായിട്ടും RSSകാരനായിട്ടും മോഡിയുടെ പ്രചാരകനായിട്ടുമൊക്കെ ചിത്രീകരിക്കുന്ന വാർത്ത കണ്ടു. ആരോ ഒരാള് എന്നെ കാണിച്ചു തന്നു. 2000 രൂപ നോട്ടില് ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതായിട്ടൊരു ചാനലിൽ വന്നു അത്രേ. ഒരു വലിയ ഇടതുപക്ഷ നേതാവിന്റെ മകനാണത് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, എനിക്കത് കാണാൻ വലിയ താല്പര്യമില്ല. ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുകയും വേണം. എനിക്ക് കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ എല്ലാവർക്കും കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചത്, 2000 രൂപയുടെ നോട്ടില് അല്ലെങ്കിൽ 500 രൂപയുടെ നോട്ടിൽ ചിപ്പ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ഒരു വളരെ ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥ സ്ത്രീയാണ്. ബാങ്കിൽ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീ. അവരുടെ പേരും ഡീറ്റെയിലും ഒക്കെ ഉണ്ട്. അവര് വാട്സപ്പിലൂടെ എഴുതി അയച്ചത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ്, വാട്സപ്പിലൂടെ ലഭിച്ച ഒരു സന്ദേശം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വായിച്ചത്. നമ്മളുടെ നോട്ടുകളില് കുറെ കാലം മുമ്പ് സിംഗപ്പൂര് പോയപ്പോ അവിടെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഹൈ ക്വാളിറ്റി നോട്ട് കാണുകയുണ്ടായി. അതിൽ ചെളിയാവില്ല, ചെളിയായാലും കഴുകാം. ആ നോട്ട് കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. പ്ലാസ്റ്റിക് നോട്ട് എന്ത് ഭംഗിയുണ്ട്, തിന്നാണ് വളരെ. അങ്ങനെ അത് നേരിട്ട് കണ്ടു. എനിക്ക് അഭിമാനം തോന്നി. നാനോ ടെക്നോളജി എന്താണെന്ന് കുറേയൊക്കെ എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി നിസ്റ്റില് CSIR ലാബറട്ടറിയിൽ നാനോ ടെക്നോളജിയിൽ വർക്ക് ചെയ്തവരുമുണ്ട്. ഇതിൽ വളരെ ഗംഭീരമായിട്ടുള്ള അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ഇപ്പൊ എൻ്റെ ലാബറട്ടറിയിൽ, ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ലാബറട്ടറിയിലെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾ. ആ നാനോ ടെക്നോളജി ഒരു നോട്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ചിപ്പ് വെച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് സംഘിയായ ഗോപാലകൃഷ്ണന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി അവതരിപ്പിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ കാരണം അറിയോ? പലപ്പോഴും ആരെങ്കിലൊക്കെ എന്നെ വിമർശിക്കുമ്പോഴും പുകഴ്ത്തുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് പോകുന്നത്, എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്ന ഗോപാലകൃഷ്ണൻ എറണാകുളത്തെ TDM ഹാളിലെ ദഹനക്കാരനായിട്ട് 10-15 കൊല്ലം, 1-2 ദിവസമൊന്നുമല്ല, അങ്ങനെയുള്ളൊരു ദഹനക്കാരനായ ഗോപാലകൃഷ്ണൻ എറണാകുളം നോർത്ത് പരമാര ക്ഷേത്രത്തില് 5ാം ക്ലാസ് മുതൽക്ക് കീശാന്തി ആയിരുന്ന ഗോപാലകൃഷ്ണനെ TV മാധ്യമങ്ങളിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതിനെ അല്പന് എവിടെ ആൽമരം മുളച്ചാലും തണലാണെന്ന് പറയുന്നു എന്നൊരു കമന്റ് വരായിരിക്കാം. എന്നാലും വിരോധമൊന്നുമില്ല. എവിടെ ആൽമരം മുളച്ചാലും അതൊരു തണലായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് പറയാൻ. ഇവിടെ ഇൻടോളറൻസിന്റെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ടോളറൻസിന്റെ പ്രശ്നമാണ്. ഇപ്പൊ യഥാർത്ഥത്തില് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞും, ശരിക്ക് മെയ് മാസം 29-ാം തീയതി എന്റെ വീട്ടിലേക്ക് വന്ന കേരളം ഇന്ന് ഭരിക്കുന്നതിൽ ഏറ്റവും മുകളിലറ്റത്തിരിക്കുന്ന ബന്ധുവിന്, അദ്ദേഹം വന്ന ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ യൂട്യൂബില് അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. അഭിമാനത്തോടു കൂടി 3 പ്രാവശ്യം നമ്മുടെ സെന്ററിലേക്ക്, മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെന്ററിലേക്ക് വന്നു. 2 പ്രാവശ്യം എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടി ഞാൻ പറഞ്ഞതിനടുത്ത് ഈ 2-3 ആഴ്ച മുമ്പ് പത്രത്തിൽ കൊണ്ടുവന്ന, അന്ന് പറഞ്ഞതിനടുത്ത് 2-3 ആഴ്ച മുമ്പ് അന്ന് വന്നതാണെന്ന് ആക്കി തീർത്ത് പത്രങ്ങളിൽ വരികയുണ്ടായി. സത്യം പറയുമ്പോൾ അത് വസ്തുത മാത്രമായാൽ പോരാ, ആര് ആരോട് എപ്പോൾ എങ്ങനെ എന്തിന് എവിടെ വെച്ച് പറഞ്ഞു, വൈ വാട്ട് വെൻ വെയർ ഹൂ ഹൂം ഹൗ, 7 ചോദ്യങ്ങൾ അതും കൂടി ചേർത്ത് പറയുമ്പോഴേ അത് സത്യമാവുള്ളൂ. യഥാർത്ഥത്തില് ഇങ്ങനെ വാട്സപ്പിലൂടെ വന്ന സന്ദേശം വാട്സപ്പ് ഇങ്ങനെ മുമ്പിൽ വെച്ച്, മൊബൈൽ ഫോൺ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ വായിച്ചത്.
വാട്സപ്പിലൂടെ വരുന്ന ധാരാളം സന്ദേശങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പുതിയതൊന്നുമല്ല. പത്രത്തിൽ വരുന്ന സന്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് വായിക്കാറുണ്ട്. അത് വായിക്കാൻ കാരണമുണ്ട്. എൻ്റേതായിട്ടുള്ള വീക്ഷണം അതിനകത്ത് ചേർത്തിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അല്ലാതെ അതിനകത്ത് പകുതി എടുത്ത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് എൻ്റെയും കൂടി ചേർത്ത് ഈ 2000 നോട്ടിലും 500ന്റെ നോട്ടിലും നാനോ ടെക്നോളജി ചിപ്പും ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല. ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി, ഒരു സ്ത്രീയാണ്, അവരൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, 1 വർഷം മുമ്പോ മറ്റോ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ, റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അടുത്തും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞൊരു വരി, എനിക്ക് തോന്നുന്നു അതാണ് പറഞ്ഞത് എന്നുള്ളത്, നമ്മുടെ ഇന്ത്യയിലെ നോട്ട് ഉണ്ടാക്കാനുള്ള പേപ്പറുകൾ ഇമ്പോർട്ട് ചെയ്യാനിപ്പോ അതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കണം. അത്യന്ത ആധുനികമായിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ലോകോത്തര നോട്ടുകളാക്കി മാറ്റാൻ, കള്ളനോട്ടുകൾ അടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നോട്ടുകളാക്കി മാറ്റാൻ നമ്മുടെ നോട്ടുകൾ ആ ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം എന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരോടും വളരെ സീനിയർ ആയിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പെർട്ടിനോടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പെർട്ടിനോടും പറഞ്ഞത് എനിക്ക് വളരെയധികം തോന്നുന്നുണ്ട്. ഇനി നാനോ ടെക്നോളജി നോട്ടിലുണ്ട് എന്ന് ഒരാൾ പറഞ്ഞത് ഞാൻ വായിച്ച് അത് ഇന്ത്യയുടെ പോളിസി ആയിട്ടോ ഇന്ത്യ ചെയ്ത കാര്യമായിട്ടല്ലോ ഇങ്ങനൊരു സജഷൻ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമല്ലേ? ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിന് വളർത്തുക, അതും അഭിമാനമായിട്ടുള്ള കാര്യമല്ലേ? നീ നോട്ട് എവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നാനോ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ അത് പ്രയോജനപ്പെടില്ലേ? വളരെ ചെറിയ രീതിയിലുള്ള ഐസോട്ടോപ്പുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കാർബൺ 13 ഐസോട്ടോപ്പുകൾ 14 ഐസോട്ടോപ്പുകളൊക്കെ 2 3 4 മതി, മോളിക്യൂളുകൾ മതിയാവും, ചിലപ്പോൾ കുറേ മോളിക്യൂളുകൾ മാത്രം. അപ്പോൾ പേപ്പറിന് നോട്ടിന് ഒരു വ്യത്യാസം വരാതെ നാനോ ടെക്നോളജിയുടെ വിപ്ലവാത്മകമായിട്ടുള്ള പ്രയോജനം എവിടേക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അക്കൂട്ടത്തിൽ നോട്ടിൽ പെടുത്തിക്കൂടെ? അഭിമാനിക്കാനല്ലേ ഉള്ളത്? അതിൽ ഗോപാലകൃഷ്ണൻ, സംഘിയായ ഗോപാലകൃഷ്ണൻ, സംഘിയും നാനോ ടെക്നോളജിയും RSSകാരൻ നാനോ ടെക്നോളജിയും തമ്മിൽ എന്താ ബന്ധം? പിന്നെ ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നിപ്പുറത്തേക്ക് വരാൻ ഉദ്ദേശിച്ചത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗത്വം എനിക്കില്ല, ഒരു സംഘടനയുടെയും മെമ്പർഷിപ്പ് എനിക്കില്ല, ഒരു സംഘടനയുടെയും കാര്യകർത്താക്കന്മാരുടെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാറില്ല, ഒരു സംഘടനയെയും പ്രതിനിധീകരിച്ച് എവിടേക്കെങ്കിലും പോവാറില്ല. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി ചെയ്യുന്ന നന്മകളും തിന്മകളും അയാളുടെ തലയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഭാഗവത സത്രത്തിൽ പോലും പലപ്പോഴും എന്നോട് രക്ഷാധികാരി ആവണം, പാറ്റേൺ ആവണം, കോ ചെയർമാൻ ആകണം എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ടാവാറില്ല. ഞാൻ ചെയ്യുന്ന നന്മ തിന്മകൾ നിങ്ങൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ട. ഒരു സംഘടനയുമായിട്ട് RSSോ BJPയോ വിശ്വ ഹിന്ദു പരിഷത്തോ NSSോ SNDPയോ, ഈവൻ SNDPയിൽ പ്രവർത്തകർ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് തരാം. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോ അത് ഞാൻ സത്യസന്ധമായിട്ടാട്ടോ പറയുന്നത്, പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ ഞാൻ ഒരു സംഘടനയുടെയും ആളല്ല. എൻ്റെ വലിയച്ഛൻ്റെ മകൻ NG കൃഷ്ണൻ സഖാവ് വിശ്വനാഥ മേനോന്റെ കൂട്ടത്തിൽ പഠിച്ച ആളാണ്. അദ്ദേഹം CPM ബാനറിലെ ഇലക്ഷന് നിന്നിട്ടുണ്ട് ചെറായി കുഴുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അന്നും അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്റെ മകൻ, അച്ഛൻ്റെ നേരെ ഒരേ ഒരു ജ്യേഷ്ഠന്റെ മകൻ NG കൃഷ്ണൻ അദ്ദേഹം ഇലക്ഷന് വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ പ്രവർത്തിക്കാൻ പോയിട്ടില്ല. എന്നോട് 100 പ്രാവശ്യം പറഞ്ഞു, നീ വന്ന് പ്രസംഗിച്ചാൽ ഞാൻ ജയിക്കുന്നുള്ള ഉറപ്പാണ്. ഇടതുപക്ഷ ബാനറിലാണ് അദ്ദേഹം ഇലക്ഷന് നിന്നത്. കുഴുപ്പള്ളി പഞ്ചായത്തില് ഈശ്വരാനുഗ്രഹം കൊണ്ട് തോറ്റു. പിന്നെ ഒരിക്കൽ മാത്രം ഇലക്ഷന് പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് TK രാമകൃഷ്ണനെ ജയിപ്പിക്കാനായിട്ട് തൃപ്പൂണിത്തുറയില് ഞാനായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ പാർട്ടി പ്രസിഡന്റ്. ആ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മാത്രം, അല്ലാതെ അല്ല. അത് TK രാമകൃഷ്ണന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം മരിക്കുന്നവരെ അത്രയധികം ബന്ധം ഞാനുമായിട്ട് ഉണ്ടായിരുന്നതാണ് TK രാമകൃഷ്ണനുമായിട്ട്. അതും ഒരു മെമ്പർഷിപ്പ് വെച്ചുകൊണ്ടല്ല. പിന്നെ ഗോപാലകൃഷ്ണനെ സംഘിയാണ്, RSSകാരനാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. കുമ്മനത്രയും നല്ലോണം അറിയാം, പിണറായി വിജയൻ സാറിന്റെ ബന്ധുക്കളെ അറിയാം, രമേശ് ചെന്നിത്തലയും ഞാൻ ഒരുമിച്ചായിരുന്നു. എടപ്പള്ളിയിൽ
അമൃതാനന്ദമയുടെ അവിടെ സുശ്രുതന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇദ്ദേഹം പറയുകയുണ്ടായി, അങ്ങയുടെ ഒരു ആരാധകരും കൂടിയാണ് എൻ്റെ കൂട്ടത്തിലുള്ളവരും ബന്ധുക്കളുമെന്ന്. ഇവിടുത്തെ വലിയ വലിയ പോലീസ് ഇൻസ്പെക്ടേഴ്സ് അവരും ചിലപ്പോൾ വിളിക്കാറുണ്ട്, അവരുടെ ഫാമിലി ആയിട്ട് വരാറുണ്ട് പുസ്തകം വാങ്ങിക്കാനും CD വാങ്ങിക്കാനും. അതേപോലെ തന്നെ പള്ളിയിൽ പ്രഭാഷണത്തിന് പോകാറുണ്ട്, അച്ഛന്മാർ വരാറുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഇനിയിപ്പോൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒക്ടോബർ 2-ാം തീയതി നടന്ന കുടുംബ സംഗമത്തില്, അതുപോലെ എൻ്റെ ജന്മദിനത്തിന് 60-ാം ജന്മവാർഷികത്തിന് മൊത്തം ബിരിയാണി ഉണ്ടാക്കിയത് റഷീദും ഇസ്മായിലുമാണ്. അപ്പോ ഒരു മതത്തിനോടോ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ ഒന്നും വലിയതൊന്നുമില്ല. പക്ഷെ O രാജഗോപാലിനോട് വലിയ ബഹുമാനമുണ്ട്, കുമ്മനത്തിനോട് വലിയ ബഹുമാനമുണ്ട്, P പരമേശ്വർജിയോടും ബഹുമാനമുണ്ട്. അതേപോലെ MA ബേബിയോടും ഡോക്ടർ തോമസ് ഐസക്കിന്റെയും ആരാധകനും കൂടിയാണ് ഞാൻ. ആലപ്പുഴ പോകുമ്പോഴത്തേക്കൊക്കെ കാണാറുണ്ട്. എല്ലാ നന്മ നിറഞ്ഞവരുടെ അടുത്ത് കൂട്ടത്തിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും PC ജോർജ് ഒറ്റയ്ക്ക് ഇന്ന് ജയിച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങേരോട് ഒത്തിരി അഭിമാനമൊക്കെ തോന്നി. അങ്ങനെ ജീവിതത്തിൽ ഒരു സംഖ്യയാണ് എന്നിങ്ങനെ പറഞ്ഞ് ലേബൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശരിക്ക് ഒന്നുമല്ലാത്ത ചായക്കടക്കാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കിയ പോലെ, അത് സാധാരണക്കാർ പറയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, വലിയ വലിയ ബുദ്ധിജീവികളാണ് ഗോപാലകൃഷ്ണനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് മുമ്പോട്ട് വരുന്നത് എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും എൻ്റെ പ്രാധാന്യം കേരളത്തിൽ എത്ര അധികമാണ്, ഞാനെന്ന വ്യക്തിയെ കൗണ്ടർ ചെയ്യാൻ എത്ര പേരെയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ചത് ഞാൻ സന്തോഷത്തോടു കൂടി ഒരു പകയും വാശിയും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. RSSന്റെ മെമ്പർഷിപ്പോ VHPയുടെ മെമ്പർഷിപ്പോ BJPയുടെ മെമ്പർഷിപ്പോ അങ്ങനെ ഓരോ പാർട്ടിയുടെ ഇല്ല. പക്ഷെ ആര് വിളിച്ചാലും, RSSകാരെ വിളിച്ചാലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, VHPക്കാരെ വിളിച്ചാലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. BJPക്കാരെന്നെ വിളിക്കാറുമില്ല, അതുകൊണ്ട് പോയിട്ടുമില്ല. ABVPക്കാരെ വിളിച്ചിട്ട് പോകാറുണ്ട്, NSSകാരെ വിളിച്ചാൽ പോകാറുണ്ട്, SNDPക്കാരെ വിളിച്ചാൽ പോകാറുണ്ട്. ചാലക്കുടിയിൽ നിന്ന് DYFIക്കാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു ആ ദിവസം അതിനുവേണ്ടി മാത്രം ചാലക്കുടിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ്, അത് കാരണം ഉണ്ടാവില്ല പറയാൻ. ഞാൻ വരുന്ന ദിവസമാണെങ്കിൽ സന്തോഷത്തോട് ഞാൻ വരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. നമുക്ക് CPMക്കാർ ഭരിക്കുന്ന, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന അമ്പലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കറകളഞ്ഞ കോൺഗ്രസ് നേതാവാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അനവധി കാലമായിട്ടുള്ള പ്രസിഡന്റ്. അനവധി കാലമായിട്ട് ഇവിടെ എന്തോരു സ്വീകരണത്തോടു കൂടിയാണ് എൻ്റെ പ്രഭാഷണം നടത്തിയത്. നിങ്ങൾ ചിന്തിക്കാനേ പറ്റുന്നില്ല ആ മനുഷ്യൻ ഇത്രയധികം ബഹുമാനം കാണിക്കുമെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഈ അടുത്ത കാലത്താണ് നല്ല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളൊക്കെ എന്നെ സംഘിയാണ്, RSSകാരാണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ അവരുടെ വിലപ്പെട്ട സമയം ഗോപാലകൃഷ്ണനെ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.